Good morning. Today going to talk about finance companies. Source of finance എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻസ് കമ്പനീസ്. ഫിനാൻസ് കമ്പനീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ അറേഞ്ചിങ് ഫിനാൻസ് ഫോർ ദി ഇൻഡസ്ട്രി ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് കമ്പനികൾക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഫിനാൻസ് കമ്പനീസ്. അതിൽ പല ടൈപ്പിൽ നമ്മൾ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലീസിങ് ആൻഡ് ഹയർ പർച്ചേസ്. ഫിനാൻസ് കമ്പനീസ് ഹെൽപ്പ് ഇൻഡസ്ട്രി ഇൻ അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ് ത്രൂ ലീസിങ് ഓർ ഹയർ പർച്ചേസ് സ്പെസിഫിക്. ഫസ്റ്റ് വരുന്നത് ലീസിങ് ആൻഡ് ഹയർ പർച്ചേസ്. നമ്മൾ HP ഒക്കെ ഇട്ടിട്ട് വാങ്ങാമെന്ന് പറയുന്നതാണ്. ഫിനാൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നു? അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിങ് പണിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, അതേപോലെ തന്നെ മെഷീനറീസ് വാങ്ങാൻ, വെഹിക്കിൾ വാങ്ങാൻ, ഓഫീസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ, സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫിനാൻസ് കമ്പനികളാണ് കുറച്ചും കൂടി ലാർജ് സ്കെയിലിലുള്ള ഫിനാൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ്, സാധാരണ പല ടൈപ്പ് ഓഫ് ഫിനാൻസ് കമ്പനികളുണ്ട്. ആ ഫിനാൻസ് കമ്പനികളൊക്കെ നമുക്കിതുപോലെയുള്ള ലീസിങ്ങും ഹയർ പർച്ചേസിങ്ങും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വണ്ണാണ് മർച്ചൻറ്റ് ബാങ്കിങ്. മർച്ചൻറ്റ് ബാങ്കിങ് ഈസ് ബേസിക്കലി സർവീസ് ബാങ്കിങ് കൺസേൺഡ് അറേഞ്ചിങ് ഫണ്ട്സ് റേദർ ദാൻ പ്രൊവൈഡിങ് ദം. ഇവർ ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇവർ ഡയറക്റ്റായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. ഇവർ ഫണ്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇവർക്ക് വേണ്ട ഇൻഡസ്ട്രീസിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് അവർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രൊജക്റ്റ് കൗൺസിലിംഗ്. എ മർച്ചൻറ്റ് ബാങ്ക് ഹെൽപ്സ് ആൻ എൻ്റർപ്രണർ ഇൻ കൺസംഷൻ ഓഫ് ഐഡിയ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്, പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഫിക്സേഷൻ ലൊക്കേഷൻ, obtaining money, sanctions or approval from the state and central government. പ്രൊജക്റ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് പുതിയ പുതിയ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്റ്റ് എവിടെ ചെയ്യാൻ പറ്റും, എവിടെയാണ് അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട്സുകൾ എവിടെയൊക്കെ ആ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ട്, അത് എത്രമാത്രം സക്സസ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായുള്ള ഫണ്ട് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവും, ഏതൊക്കെ പല ടൈപ്പ് ഓഫ് ഫിനാൻസ് കമ്പനികളുണ്ട്. അതിൽ ഏതൊക്കെ IDBI, IFCI അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ ചിലത് മൈക്രോ ഫിനാൻസ് മാത്രം, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. സാങ്ഷൻ അപ്രൂവൽ ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് മർച്ചൻറ്റ് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സ്പോൺസർ ഓഫ് ഇഷ്യൂ. മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആക്ട് ആസ് എ സ്പോൺസർ ഓഫ് ഇഷ്യൂ, പ്രിപ്പയറിംഗ് പ്രോസ്പെക്ടസ്, ഗെറ്റിംഗ് അപ്രൂവൽ ഫ്രം സെബി, അണ്ടർറൈറ്റിംഗ്, ബ്രോക്കിംഗ് ആൻഡ് ബാങ്കിങ് ഫോർ ഇഷ്യൂ. അതായത് ഇഷ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ട ഹെൽപ്പുകൾ, സെബിന്ന് സാങ്ഷൻ വാങ്ങുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, അണ്ടർറൈറ്റ് ചെയ്യുക, ബ്രോക്കേഴ്സിനെ കണ്ടുപിടിക്കുക, സെയിൽ നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ. മർച്ചൻറ്റ് ബാങ്കേഴ്സ് അണ്ടർടേക്ക് പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് ഫയൽസ്, ലോൺ ആപ്ലിക്കേഷൻ ഫോർ നീഡഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓൺ ബിഹാഫ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മീറ്റിംഗ് ലോങ് ടേം ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ളതും ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ പല സോഴ്സിൽ നിന്നും സിങ്ക്രോണൈസ് ചെയ്ത് ക്രോഡീകരിച്ച് കൊടുക്കുക. അതാണ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. Next is servicing of issue. Merchant bankers keep register of shareholders and debenture holders, their client companies, as a paying agent for dividend, debenture interest, etc. അതായത് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവരാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഡിവിഡൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്തോളും. ഡിവിഡൻ്റ് ആയാലും ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ആയാലും അവർ പ്രൊവൈഡ് ചെയ്തോളും. അതാണ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റൊക്കെ. അതായത് നമ്മൾ കമ്പനിയിൽ ഷെയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് എത്രയാണെന്ന് ടോട്ടൽ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇവരാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. മർച്ചൻറ്റ് ബാങ്കേഴ്സ് റെൻഡേഴ്സ് അഡ്വൈസ് ഇൻ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, എഫക്റ്റ് ഓൺ ടാക്സേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ലാൻഡുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ, വെഹിക്കിൾസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഡിസിഷൻസ്, അതിനുണ്ടാവുന്ന ടാക്സ് എത്രമാത്രം വരും, അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൽ ഷെയറുകൾ, ഡിബെഞ്ചറുകളൊക്കെ ഇറക്കുമ്പോൾ അതിന് വരുന്ന ചേഞ്ചസ് എത്രമാത്രം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് മർച്ചൻറ്റ് ബാങ്കിങ് ആണ്. ദേ ഓൾസോ അണ്ടർടേക്ക് ദ ഫങ്ഷൻസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റി ഫോർ ദെയർ ക്ലയൻറ്റ് കമ്പനീസ്.
അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ മർച്ചൻറ്റ് ബാങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറേഞ്ച് ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. പിന്നെ മർച്ചൻറ്റ് ബാങ്ക് ഹെൽപ്സ് കമ്പനീസ് റേസ് ഫിനാൻസ് ബൈ വേ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. ദ ആക്ട് ആസ് എ ബ്രോക്കേഴ്സ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് ഡെപ്പോസിറ്റ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു. നമ്മൾ ഓരോ സ്കീമുകൾ പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ആ ഡെപ്പോസിറ്റ് കിട്ടുന്ന എമൗണ്ട് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതർ സ്പെഷ്യാലിറ്റീസ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. നമുക്ക് ഇതുപോലെ തന്നെയുള്ള കൗൺസിലിംഗ്, മറ്റുള്ള കൺട്രിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. സർവീസ് ടു NRI ഫോർ സൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യ. അതായത് മറ്റുള്ള ഫോറിനേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി സജസ്റ്റ് ചെയ്യുന്നതും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കുന്നതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അസിസ്റ്റൻറ്റ് ഇൻ നെഗോസിയേഷൻ ഓഫ് ഫോറിൻ കൊളാബറേഷൻ. മറ്റുള്ളവരുമായിട്ട് ഫോറിൻ കൊളാബറേഷനുമായിട്ട് ചേർന്നിട്ട് ഇവിടെ ഇൻഡസ്ട്രിയുടെ അതിൻ്റെ ഫങ്ഷൻസൊക്കെ ചെയ്യാം. അറേഞ്ചിങ് ടെക്നോളജി ആൻഡ് ഫിനാൻസ്. അതിനുള്ള ടെക്നോളജി അറേഞ്ച് ചെയ്യുക, ഫിനാൻസ് അറേഞ്ച് ചെയ്യുക, അതൊക്കെ മർച്ചൻറ്റ് ബാങ്കിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഇക്വിറ്റീസ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൗൺസിലിംഗ്. എ കോമൺ ഇൻവെസ്റ്റർ ഈസ് നോട്ട് ഏബിൾ ടു അപ്ലൈ ഹിസ് മൈൻഡ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഓഫ് വേരിയസ് കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും, അത് കൂടുകയോ കുറയോ, അതൊന്നും നോർമലി കോമൺ ഇൻവെസ്റ്റർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ മർച്ചൻറ്റ് ബാങ്കിങ് അവരുടെ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജിയോജിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റീസ് വാങ്ങുക വിൽക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഈ മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദിസ് മെനി ഫിനാൻസ് കമ്പനീസ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് അഡ്വൈസറി സർവീസ് ദെൻ ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അറ്റ് എ നോമിനൽ കോസ്റ്റ് ആൻഡ് ദസ് ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ കമ്പനീസ് ടു റേസ് ദ റിസോഴ്സസ്. അതായത് പബ്ലിക്കുള്ള ആൾക്കാരനെ, കോമൺ മാനിനെ, കോമൺ ഇൻവെസ്റ്ററെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ആ കിട്ടുന്ന അവരിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മുടെ കമ്പനിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫിനാൻസ് കമ്പനികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, മർച്ചൻറ്റ് ബാങ്കേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പല സ്കീമുകളിലൂടെ LICക്ക് ഫണ്ട് റേസ് ചെയ്യുന്ന, പല സ്കീമുകളിലൂടെ റേസ് ചെയ്യുന്ന ഫണ്ട് ഇതുപോലെ ഇൻഡസ്ട്രീസിന് ബിസിനസ് ചെയ്യാനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻ്റാണ് നമുക്ക് ബോണസായിട്ടും പ്രീമിയമായിട്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫിനാൻസ് കമ്പനികൾ ഇൻഡസ്ട്രീസിൻ്റെ സോഴ്സ് ഓഫ് ഫിനാൻസായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.